രാവണ രാവണ ശുഖസംവാദം യുദ്ധകാണ്ഡത്തിനൊരു ഭാഗമായത്. മുഖനും അവനോട് ചോദിച്ചാനെന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടോ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച അഭിമാന വിരോധം വരുത്തിയാരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം. മനസ്സേ ഖേദം കളഞ്ഞു ചൊല്ലിയിടവിടോ രാത്രീഞ്ചരോക്തികൾ കേട്ടു ശുക്രൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിയിടിനാൻ. രാക്ഷസരാജ പ്രവര ജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവാൻ സിന്ധു ഉത്തരധീരോപതി അന്തമെന്നിയേ ഞാൻ തവ വാക്യങ്ങൾ ചെന്ന നേരത്തവരെ തന്നെ അവരെന്നെ പിടിച്ചുടൻ കൊന്നു കളവാൻ തുടങ്ങും ദശാന്തരെ. രാമ രാമ പ്രഭോ പാഹി വാഹീതി ഞാനാമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു ദൂതന വദ്യന അയപ്പിനെ എന്നാദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരും അയച്ചാരതുണ്ടു, അതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളേ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടിതു പോന്നു വീരനനുജ്ഞയാ സാദരം. പിന്നെ രഘുത്തമൻ എന്നോടു ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക, സീതയെ നൽകിയിരു കൊന്നുകിലില്ലായിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിരുമൊന്നഴ അറിയിച്ചതു കൊള്ളണം, രണ്ടും എനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്തനായി പൊന്നിങ്ങിരുന്നു കൊണ്ടു ഭവാൻ പോരുമതിന്നു ബലമെങ്കിലെന്നോടു പോരിനായിക്കൊണ്ടു പുറപ്പെടുക ശുനി. ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പുക്കോരു രോഷവുമാശു തീർത്തിടുവാൻ. നക്തഞ്ജന കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുക ശുനി എന്നരുളി ഇരുന്നരുളിയിടിനാൻ നിന്നുടെ സോദരൻ തന്നോടു കൂടവേ. സുഗ്രീവ ലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ കണ്ടുകൊണ്ടാലും അസഖ്യം ബലം ദശ കണ്ട പ്രഭോ. കവിപുംഗവാലിതം പർവ്വത സന്നിപന്മാരായ വാനരദുർവി കുലുങ്ങവേ ഗർജനവും ചെയ്തു. സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം. സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാര വരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി ദ്രുതം ലങ്കാവിഹീന മലറി നിൽക്കുന്നവർ 100,000 പടയോടും ദിവുക്കളെ നിറക്കുവാനുഴറ്റോടു വാൽ പൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടുമനവനോടു നീലനാം സേനാപതി വന്യനന്ദനൻ ആകൂമിളയ രാജാവതിനങ്ങേതു വൽപ്പകിഞ്ചലയ്ക്കു സമപ്രഭൻ വാൽകൊണ്ടു ഭൂമിയിൽ തച്ചങ്ങനെ ബാലിതൻ നന്ദന നദ്രിശം ഗോപമൻ തൽപാർശ്വസീമിനി നിൽക്കുന്നതു വാതജൻ സ്വൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ
സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ചേതൻ രജതസമപ്രഭൻ. വാൽ കൊണ്ട് ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദനന അദ്രിശൃംഗോപമൻ തൽപാർശ്വ സീമിനി നിൽക്കുന്നതോ സീമനി നിൽക്കുന്നതു വാദജൻ സ്വൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ. സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രനാം ചേതൻ രജതസമപ്രഭൻ. രംഭനാഗേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വൻപനായുള്ള ശരഭൻ മഹാബലൻ. മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാര വൈദ്യ നന്ദനന്മാരല്ലോ. സേതുകർത്താവാം നടനീരങ്ങേതുമേ ഏതു ബോധമേറും വിശ്വകർമാവു തന്മകൻ താരൻ പനസകൻ കന്മുതൻ വിനിതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതീതൻ പിതാവാകിയ കേസരി ശൂരനായിരും പ്രമാദി ശതബലി സാരനാം ജാമ്പവാനും വേഗദർശിയും വീരൻ ജഗനും ഗവയൻ ഗവാക്ഷനും. ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ.